പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 2വിലെ ബാക്കിയുള്ള പോർഷൻസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ അവിടെ വരെ പഠിച്ചിരുന്നു. അതായത് ലേബൽ ചെയ്യാത്ത പ്രൊട്രാക്ടറിൻ്റെ അവിടെ വരെ ഉള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ലേബൽഡ് പ്രൊട്രാക്ടർ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ലേബൽഡ് പ്രൊട്രാക്ടർ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ലേബൽ ചെയ്യാത്ത ഒരു പ്രൊട്രാക്ടർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇവിടെ നോക്കിയേ, ഇങ്ങനെ അൺലേബിൾഡ് പ്രൊട്രാക്ടർ കാണിച്ചിരുന്നു. ഇത് നോക്കിയേ, ഇനി ലേബിൾഡ് പ്രൊട്രാക്ടറിൽ നോക്കിയേ, ദിസ് ഈസ് എ പ്രൊട്രാക്ടർ ദാറ്റ് യു ഫൈൻഡ് ഇൻ യുവർ ജോമെട്രി ബോക്സ്. നമ്മുടെ ജോമെട്രി ബോക്സിലുള്ള ഒരു ടൂളാണിത്. ഇറ്റ് വുഡ് അപ്പിയർ സിമിലർ ടു ദി പ്രൊട്രാക്ടർ എബവ് എക്സെപ്റ്റ് that there are numbers written on it. അപ്പോൾ ഇവിടെ നമ്പർ എഴുതിയത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ കണ്ട ആ പ്രൊട്രാക്ടറിൻ്റെ സെയിം പ്രൊട്രാക്ടറാണ് ഇത്. വിൽ ദീസ് മേക്ക് ഇറ്റ് ഈസിയർ ടു റീഡ് ദി ആംഗിൾസ്? There are two set of numbers on the protractor, one increasing from right to left and the other increasing from left to right. അപ്പോൾ നമ്മുടെ ഈ പ്രൊട്രാക്ടറിൽ രണ്ട് സെറ്റ് നമ്പേഴ്സ് ആണുള്ളത്. ഒന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇൻക്രീസ് ആകുന്നു. ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന നമ്പർ നോക്കിയേ, 0, 10, 20, 30, 40, 50, 60 ഇങ്ങനെ പോയി 180 വരെ. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഇൻക്രീസ് ആവുന്നത്. അടുത്ത സെറ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഇൻക്രീസ് ആയി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ രണ്ട് സെറ്റ് നമ്പേഴ്സ് എന്തിനാണ് എന്ന് വിചാരിക്കും അല്ലേ. അപ്പം നമ്മൾ ആംഗിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ എങ്കിൽ നമ്മുടെ ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ സെൻറ്റർ നമ്മുടെ ആംഗിളിൻ്റെ ഈ വെർട്ടെക്സിൽ കറക്റ്റ് വരുന്ന രീതിയിൽ വയ്ക്കും. അപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു ലൈൻ കണ്ടല്ലോ താഴത്തെ, ഈ സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഈ സ്ട്രെയിറ്റ് ആംഗിളിലെ ഈ ലൈൻ നമ്മുടെ ആംഗിളിൻ്റെ ഈ ആമിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രൊട്രാക്ടർ വെക്കുന്നത്. അതേപോലെ ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ ഈ ആംഗിളിൻ്റെ വെർട്ടെക്സിലായിരിക്കണം വരുന്നത്. അപ്പം നമ്മൾ ഈ സൈഡാണ് വയ്ക്കുക. ഈ സൈഡ് വയ്ക്കുമ്പോൾ ഈ 0 തൊട്ടുള്ള മെഷർമെൻ്റാണ് നമ്മൾ നോക്കുന്നത്. അതിനാണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ആംഗിൾ ഇതാ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ ഈ സൈഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 0 തൊട്ടുള്ള ഈ നമ്പറായിരിക്കും നമ്മൾ നോക്കുക. അപ്പം എങ്ങനെയാണ് പ്രൊട്രാക്ടർ വെച്ചിട്ട് മെഷർമെൻറ്റ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഇനി ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നെയിം ദ ഡിഫറെൻറ്റ് ആംഗിൾസ് ഇൻ ദ ഫിഗർ ആൻഡ് റൈറ്റ് ദർ മെഷേഴ്സ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഡിഫറെൻറ്റ് ആംഗിൾസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റുകൾ എഴുതാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇവിടെ ഏതൊക്കെ ആംഗിൾസാണ് ഉള്ളതെന്ന് നോക്കിയേ. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് തൊട്ട് നോക്കാം. ആംഗിൾ UOT, ആംഗിൾ UOT, ആംഗിൾ UOT എത്രയാണ് വരിക? ഈ OT എന്ന് പറയുന്ന ആം എവിടെയാണുള്ളത്? 20യിൽ കൂടാണ് പോയിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡ് OU എന്ന് പറയുന്ന ഈ ആമിലാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ, ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ അടിയിലുള്ള ലൈന് ഈ ആംഗിളിൻ്റെ ഈ ലൈനിൻ്റെ തൊട്ട് മുകളിലാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എവിടെയാണ്? നമ്മുടെ ആംഗിളിൻ്റെ വെർട്ടെക്സിൽ കറക്റ്റായിട്ട് വരണം, എന്നാലേ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് ആവത്തുള്ളൂ. ഇനി നോക്കിയാൽ ഈ OT എന്ന് പറയുന്ന ആമ എവിടെ കൂടെയാണ്? 160യിൽ കൂടെയും പോകുന്നുണ്ട്, 20യിൽ കൂടെയും പോകുന്നുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ ഏത് മെഷർമെൻറ്റാണ് നോക്കുന്നത്? ഇവിടെ 0 തൊട്ട് ഇങ്ങനെ പോകുന്ന ഈ മെഷർമെൻറ്റാണ് നോക്കുന്നത്. അപ്പോൾ ആംഗിൾ എത്രയാണ്? 20 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ. ഇനി അടുത്തത് UOS, ആംഗിൾ UOS, ആംഗിൾ UOS എത്രയാണ് വരിക? അപ്പോൾ അതാ നോക്കിയേ, OS പോകുന്നത് എവിടെ വഴിയാണ്? 50യുടെയും 60യുടെയും സെൻറ്ററിലാണ്. 50യുടെയും 60യുടെയും സെൻറ്ററിലാകുമ്പോൾ 55 ഡിഗ്രി വരും. ഇനി അടുത്തത് ആംഗിൾ UOR. അപ്പോൾ ആംഗിൾ UOR എത്രയായിരിക്കും? UOR എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. എത്ര വരും? OR എന്ന് പറയുന്ന ആം 80ക്കും 90ക്കും ഇടയ്ക്കാണ്. അപ്പോൾ 85.
5 എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ കൂടാണ് പോകുന്നത് അല്ലേ. ഈ 80യുടെയും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ലാർജായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഇത് 10 ഡിഗ്രി വെച്ചാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള മീഡിയം മാർക്കിങ് വരുന്നത് 5 ആണ്. അപ്പോൾ 80 കഴിഞ്ഞിട്ട് 5 കൂടെ ആകുമ്പോൾ 85 ഡിഗ്രി. ഇനി അടുത്തത് ആംഗിൾ UOQ. ആംഗിൾ UOQ എത്ര ഡിഗ്രി വരും? ഈ UOയിലെ പ്രൊട്രാക്ടർ നമ്മുടെ ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ 0യിൽ നിന്നുള്ള ഈ മെഷർമെൻറ്റ് നോക്കുന്നത്. അപ്പോൾ OQ എവിടെയാണ് വരിക? 140ക്കും 150ക്കും ഇടയ്ക്കാണ്. അപ്പോൾ 145 ഡിഗ്രി. 145 ഡിഗ്രി. ഇത്രയും ഈ ഇവിടെ നിന്നുള്ള 4 ആംഗിൾസുകളും നമ്മൾ എഴുതി. ഇനി UOP എടുത്താൽ സ്ട്രെയിറ്റ് ആംഗിൾ ആണ്. ഇനി നമുക്ക് ഈ സൈഡിൽ നിന്നുള്ളത് നോക്കാം. ഈ സൈഡിൽ നിന്നുള്ളത് POQ. ആംഗിൾ POQ. ആംഗിൾ POQ എടുക്കുമ്പോൾ നോക്കിയേ, OPയിലാണ് നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ റൈറ്റ് സൈഡാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ റൈറ്റിൽ നിന്നുള്ള മെഷർമെൻറ്റുകളാണ്, അതായത് 0യിൽ തുടങ്ങുന്ന മെഷർമെൻറ്റുകളായിരിക്കും നമ്മളെപ്പോഴും നോക്കുക. ഈ സൈഡ് നോക്കുമ്പോൾ നമ്മൾ 180യിൽ നിന്ന് നോക്കത്തില്ല, 0യിൽ നിന്നുള്ളത്. അതേപോലെ ഇവിടെ നമ്മൾ ഈ സൈഡിൽ 0യിൽ നിന്നാണ് നോക്കിയത്. അപ്പോൾ 0യിൽ നിന്ന് ഇവിടെ വരുമ്പോൾ 30ക്കും 40ക്കും ഇടയ്ക്കാണ്. അപ്പോൾ എത്രയാണ് വരിക? 35 ആണ് വരിക. നിങ്ങൾ 155 എന്ന് എഴുതി വെക്കരുത്, തെറ്റായിരിക്കും. 0യിൽ നിന്നുള്ളത് വേണം നോക്കാൻ. 30ക്കും 40ക്കും ഇടയ്ക്ക് 35 ഡിഗ്രി. ഇനി അടുത്ത എന്തെഴുതാം? POR. ആംഗിൾ POR. POR എന്ത് വരും? OR എന്ന് പറയാം. നാം എവിടെയാണ്? 90ക്കും 100നും ഇടയ്ക്കാണ്. 0യിൽ നിന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ 90ക്കും 100നും ഇടയ്ക്ക് 95 ഡിഗ്രി. ഇനി അടുത്തത് ആംഗിൾ POS. ആംഗിൾ POS. POS എന്ത് വരും? OS എന്ന് പറയുന്നത് 120ക്കും 130ക്കും ബിറ്റ്വീനാണ്. സോ 125 ഡിഗ്രി. ഇനി POT. ആംഗിൾ POT എത്ര വരും? OT എവിടെയാണ് വരിക? നോക്കിയേ, 150 കഴിഞ്ഞ് 160യിലാണ് വരിക അല്ലേ. അപ്പോൾ POT ആയതുകൊണ്ട് ഈ 0യിൽ നിന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 160 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആംഗിൾസൊക്കെ ഇവിടെ എഴുതി. ഇനിയും ആംഗിളുകളുണ്ട്. TOS ഉണ്ട്, TOR ഉണ്ട്, TOQ ഉണ്ട്, SOQ ഉണ്ട്. അങ്ങനെ പല ആംഗിളുകളും ഇനിയുണ്ട്. ഇനി നോക്കിയേ, ഡിഡ് യു ഇൻക്ലൂഡ് ആംഗിൾസ് സച്ച് ആസ് TOQ. അപ്പോൾ നമ്മൾ ഈ എഴുതിയതിനകത്ത് TOQ പോലെയുള്ള ആംഗിൾസ് എഴുതിയോ എന്നാണ് അവർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. TOQ ആംഗിൾ ഏതാണ്? ഈ ആംഗിളാണ് അല്ലേ, TOQ. അപ്പോൾ ഈ TOQ എന്ന് പറയുന്ന ഈ ആംഗിൾ എടുക്കുമ്പോൾ നമ്മുടെ ഇത് 0യിലല്ല ഇരിക്കുന്നത്. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എങ്ങനെയാണ് ഈ ആംഗിൾ TOQ കണ്ടുപിടിക്കുക? ആംഗിൾ TOQ. ഓക്കെ, ഈ ആംഗിൾ TOQ എന്ന് പറയുന്നത് ഈ ആംഗിൾ UOQയിൽ നിന്ന് ഇത്രയും അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതല്ലേ ആംഗിൾ TOQ. അപ്പോൾ നമുക്ക് ആംഗിൾ UOQ എത്രയാണ് ഇവിടെ? ആംഗിൾ UOQ എന്ന് പറയുന്നത് 145 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 145 ഡിഗ്രിയിൽ നിന്ന് ഈ എത്രയുണ്ട്? 20 ആണല്ലേ. ഇവിടെ തൊട്ട് ഇവിടെ വരെ 20 ആണ്. ആ 20 ഡിഗ്രി സബ്ട്രാക്റ്റ് ചെയ്താൽ ബാക്കി എന്ത് കിട്ടും? 125 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ 0 തൊട്ട് ഇവിടെ വരെ 145 ഡിഗ്രിയാണ്. ആ 145 ഡിഗ്രിയിൽ നിന്ന് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് അങ്ങ് സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ 125. നിങ്ങൾക്ക് ഡൗട്ട് കാണും 125 തന്നെയാണെന്ന്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടം തൊട്ട് ഇവിടെ വരെ 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 110, 120, 125. കണ്ടോ? കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഇനി അടുത്തത് ആംഗിൾ TOS കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ TOS കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടം തൊട്ട് ഇവിടെ വരെ എത്രയാണ്? 55 ആണ്. ആ 55ൽ നിന്ന് ഈ 20 സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? TOS കിട്ടും. അപ്പോൾ 55 ഡിഗ്രിയിൽ നിന്ന് 20 സബ്ട്രാക്റ്റ് ചെയ്താൽ ബാക്കി 35 ഡിഗ്രിയാണ് TOS എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഓരോ ആംഗിളുകളും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, നമുക്ക് പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം.
അപ്പോൾ ആംഗിൾ ടി ഒ ക്യു കണ്ടുപിടിക്കാൻ വിച്ച് സെറ്റ് ഓഫ് മാർക്കിംഗ് ഡിഡ് യു യൂസ്, ഇന്നർ ഓർ ഔട്ടർ? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ടി ഒ എസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ടി ഒ ക്യു കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്നർ മെഷർമെൻ്റ് ആണോ ഔട്ടർ മെഷർമെൻ്റ് ആണോ എടുത്തതെന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ടി ഒ ക്യു കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് മെഷർമെൻറ്റാണ് എടുത്തത്? ഔട്ടർ മെഷർമെൻ്റ് ആണ് നമ്മളിവിടെ എടുത്തത്. ടി ഒ എസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 35 കിട്ടി. ഇവിടെ കൗണ്ട് ചെയ്യാതെ തന്നെ നമ്മൾ സബ്ട്രാക്ഷനിലൂടെ നമ്മളിവിടെ ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ക്യാൻ സബ്ട്രാക്ഷൻ ബി യൂസ് ദ അല്ലേ, നമുക്ക് സബ്ട്രാക്ഷൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്തിട്ട് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇനി നോക്കിയാൽ ഹൗ ക്യാൻ വി മെഷർ ആംഗിൾസ് ഡയറക്ട്ലി വിത്തൗട്ട് ഹാവിങ് ടു സബ്ട്രാക്ട്. അപ്പോൾ സബ്ട്രാക്ഷൻ ഇല്ലാതെ നമുക്ക് എങ്ങനെ ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും? നോക്കിയാൽ പ്ലേസ് ദ പ്രൊട്രാക്ടർ സോ ദ സെൻറ്റർ ഈസ് ഓൺ ദ വെർട്ടെക്സ് ഓഫ് ദി ആംഗിൾ. അപ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ പോലെ തന്നെ പ്രൊട്രാക്ടർ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ആംഗിളിൻ്റെ വെർട്ടെക്സിൽ. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഈ സെൻറ്ററും ആംഗിളിൻ്റെ സെൻറ്ററും സെയിം ആയിട്ട് തന്നെ വരണം. അലൈൻ ദ പ്രൊട്രാക്ടർ സോ ദാറ്റ് ദി ആംസ് പാസസ് ത്രൂ ദ 0 degree മാർക്ക് ആസ് ഇൻ ദ പിക്ചർ ബിലോ. അപ്പോൾ നോക്കിയേ, ഈ ഏതെങ്കിലും ഒരാം എവിടെ വരണം? 0 ഡിഗ്രിയിൽ ഇങ്ങനെ പാസ് ചെയ്യുക. അതായത് പ്രൊട്രാക്ടറിൽ ഇങ്ങനെ ഒരു ലൈനുണ്ട്, ആ ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകണം. അങ്ങനെ വെക്കുമ്പോൾ അടുത്ത ആമ ഏത് മെഷർമെൻറ്റിലൂടെയാണോ കടന്നു പോകുന്നത് അതായിരിക്കും ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ എ ഒ ബി എത്രയാണ് വരിക? എവിടെയാണ് നോക്കേണ്ടത്? 0 തൊട്ടുള്ളതാണ് നോക്കേണ്ടത്. 80 ഡിഗ്രി. ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി.